ജോലി കഴിഞ്ഞ് സൈക്കിളിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഞാൻ. സമയം രാത്രി 11:30 കഴിഞ്ഞിട്ടുണ്ടാകും. വഴിയിൽ ആകെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. അത് ഇടയ്ക്കിടെ മിന്നി കത്തുന്നുണ്ട്. ആ വെളിച്ചത്തിനപ്പുറം എല്ലാം കനത്ത ഇരുട്ടാണ്. പെട്ടെന്നാണ് ആ വഴിവിളക്കിന് താഴെ ഒരു നിഴൽ നിൽക്കുന്നത് ഞാൻ കണ്ടത്. ഒരു കൊച്ചുകുട്ടി. ഈ പാതിരാത്രിയിൽ ഒരു കുട്ടി ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഞാൻ സൈക്കിൾ നിർത്തി പതുക്കെ വിളിച്ചു, മോളെ, നീ എന്താ ഇവിടെ തനിച്ച്? വീട് എവിടെയാ? ആ കുട്ടി മറുപടിയൊന്നും പറഞ്ഞില്ല. തല കുനിച്ചു തന്നെ നിന്നു. ഞാൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങി അവളുടെ അടുത്തേക്ക് നടന്നു. പതുക്കെ അവളുടെ തോളിൽ തൊട്ടതും അവൾ തലയുയർത്തി എന്നെ നോക്കി. അവളുടെ മുഖത്ത് കണ്ണുകൾക്ക് പകരം വെളുത്ത കൃഷ്ണമണികൾ മാത്രമായിരുന്നു. വായ വല്ലാതെ വിടർന്നു വികൃതമായിരിക്കുന്നു. ഭയം കൊണ്ട് എനിക്ക് നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ സൈക്കിൾ എടുത്ത സർവ്വശക്തിയും ഉപയോഗിച്ച് വീട്ടിലേക്ക് ചവിട്ടി. വീട്ടിലെത്തി വാതിൽ അടച്ചു കുറ്റിയിട്ടു. കിതപ്പ് അടങ്ങാതെ ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മുറ്റത്തെ തെങ്ങിന്റെ മറവിൽ നിന്ന് അതേ കുട്ടി എന്നെ നോക്കി കൈവീശുന്നു. എന്നിട്ട് അവൾ വളരെ പതുക്കെ പറഞ്ഞു, ചേട്ടാ, കുട മറന്നുപോയല്ലോ. ഞാൻ നോക്കുമ്പോൾ എന്റെ സൈക്കിളിന്റെ ഹാൻഡിലിൽ ഞാൻ വെച്ചിരുന്ന കുട കാണാനില്ല. പകരം എന്റെ ജനൽ ചില്ലിന് പുറത്ത് ആ കുട താനെ ആടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ധൈര്യശാലിയാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് അവരെ ഒന്ന് പേടിപ്പിക്കൂ. കൂടുതൽ ഹൊറർ സ്റ്റോറികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കഥയുമായി ഞാൻ ഉടനെ വരും. അതുവരെ സൂക്ഷിക്കുക.